പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന വളരെ പോഷക സമൃദ്ധമായ ഒരു കിഴങ്ങുവർഗ വിളയാണ് കാച്ചിൽ. അത് പണ്ട് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ വളരെ സമൃദ്ധമായി നമ്മുടെ പുരയിടത്തിൽ വിളഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ ഒരു മികച്ച കർഷകനാണ് ഇത് കൃഷി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് വളരെ കൈയടക്കത്തോടു കൂടി ഈ കൃഷി നടത്തുകയും വിളവെടുക്കുകയും ചെയ്യുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒരു ഏരിയ മുഴുവനും അദ്ദേഹം ഈ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനോട് ചേർന്ന് സമൃദ്ധമായി കമുക് കൃഷിയും നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരട്ടി ആദായം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ മികച്ച കൃഷി പരിചരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിനോടൊപ്പം ചേർന്ന് തന്നെ ഞങ്ങളൊക്കെ വെള്ളുവാഴ എന്ന് ചുവപ്പ് വാഴ എന്ന് പറയുന്ന ആ വാഴയും ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം കമുക് ഇവിടെ ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ ഒരു സവിശേഷമായ കൃഷിയാണിത്. അധികം പേരൊക്കെ കൃഷിയിൽ വ്യാപൃതരല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃഷി പൊതുവെ അത്ര ആദായകരമല്ല എന്ന ഒരു വിലയിരുത്തലൊക്കെ ഉണ്ട്. എന്നാലും ഒരു കൂട്ടം മികച്ച കർഷകർ അവർ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഗൗരവത്തോടുകൂടി കൃഷിയെ സമീപിക്കുന്നവർ സമ്പന്നമായ ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രദേശത്ത് വാഴക്കൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശോഷിച്ചു പോയൊരവസ്ഥയിലായിരുന്നു. എന്നിട്ടും ഇപ്പോൾ അത് തിരിച്ചു പിടിക്കുന്നതിന് ഇവിടുത്തെ കർഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ഒരു കൃഷിത്തോട്ടമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ സമൃദ്ധമായി വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഹൃദയാവർജകമായ അത്യന്തം നയനമനോഹരമായ ആദായം നൽകുന്നതുമായ ഈ കൃഷി, വിശേഷിച്ചും ഈ കാച്ചിൽ കൃഷിയൊക്കെ തന്നെ നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ കർഷകർ കൂടുതൽ പേര് ഈ രംഗത്തേക്ക് കടന്നു വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ നല്ല ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നിരനിരയായി നിൽക്കുന്ന ഈ കമുകുകൾ തന്നെ വലിയൊരു കാഴ്ചയാണ്. കൂടുതൽ നല്ല കൃഷി വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ മോഹൻദാസ്.